ഹലോ മച്ചാന്മാരെ, ഇന്ന് സെറ്റ് സാധനം ഉണ്ടാക്കിയാലോ. സാധനം സിമ്പിളാണ്, പക്ഷെ കഴിച്ചു നോക്കിയാൽ സെറ്റ് സാധനം കേട്ടോ. നമുക്കതൊരു ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ അതാ നമ്മളെ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കുംബർ എടുത്തുക്കണു, ടൊമാറ്റോ എടുത്തുക്കണു, സവാള എടുത്തുകൊണ്ടോ. നമുക്ക് സവാള കിരികിരിയെ പറഞ്ഞിട്ട് ഇങ്ങനെ അരിയണം. ഇപ്പോൾ അതിൻ്റെ ഇതിലാട്ടോ നമുക്ക് എന്തായാലും അരിഞ്ഞു തുടങ്ങാം. പിന്നെ കാര്യം, ഞാൻ വെട്ടണമാരെ സവാള വെട്ടണ്ട കേട്ടോ. ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് വെട്ടിയിരിക്കുന്നത്, പക്ഷേ ഞാൻ ലാസ്റ്റ് ചെറുതാക്കിയിരിക്കും കേട്ടോ. നിങ്ങൾ എൻ്റെ കണ്ടിട്ട് ഇതേമാതിരി വെട്ടിയിട്ട് ലാസ്റ്റ് ഇതായിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം തന്നെ പറയാം, ചെറിയ കഷ്ണമാക്കിയിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ എന്താ പറയേണ്ടത് വെച്ചാൽ, എന്നാലേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വലുതായി അരിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ തൊണ്ടയിൽ ഉള്ളിലൊക്കെ തിന്നാതെ ഉണ്ടാവില്ല, അതേമാതിരി കാര്യം. അപ്പോൾ ടേസ്റ്റ് പോകും. അപ്പോൾ നമ്മളിതാ ലാസ്റ്റ് നമ്മൾ അരിയുണ്ട് കേട്ടോ. ചെറുതായിട്ട് നമ്മൾ നടുവൊക്കെ പൊളിച്ചിട്ട് നല്ല അരിയുണ്ട്. നമ്മൾ സവാള ഇങ്ങനെ അരി കേട്ടോ. നമ്മൾ സവാള ഇട്ട് നമ്മളെ ടൊമാറ്റോ ഇട്ട് അരിയാണ്. നമ്മൾ ഉള്ളി വട്ടത്തിൽ അരിയുന്നത് കാണിച്ചത്, പക്ഷേ ഉള്ളി ചെറുതാക്കിയിട്ട് അരിയുണ്ടോ. നമ്മൾ ടൊമാറ്റോ നമ്മൾ അരിനൊക്കെ കാണിച്ചിരുന്നു അങ്ങനെ അരിയുണ്ട് നോക്കാം. പക്ഷേ നമ്മൾ ഫോൺ കുറച്ച് അങ്ങോട്ടായി പോയിട്ടോ. അതായത് എന്തൊക്കെയാണ് അതിൽ കളയേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. പക്ഷേ അരിയേണ്ടത് വട്ടം ഷേപ്പിലാട്ടോ, അത് നിങ്ങൾക്ക് അറിയണ്ടാവും. ഞാൻ പറയണില്ല. അതുകൊണ്ട് നമ്മളെന്തായാലും വട്ടത്തിൽ അരിയാൻ നോക്കാം. ഓക്കെ, വട്ടത്തിൽ അരിഞ്ഞാൽ പ്രത്യേകത ലാസ്റ്റ് കാണിച്ചു തരാം. അതുകൊണ്ടാ പറയട്ടോ വയസ്സ്. ഇതേമാതിരി തന്നെ വട്ടത്തിൽ കണ്ടോ. അത് കണ്ടോ, നമ്മളിപ്പോൾ കുറച്ച് ഫോൺ ബാക്ക് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അതേമാതിരി വട്ടത്തിൽ അരിയുക. എന്നിട്ടിപ്പോൾ ഒരു കുക്കുമറിൻ്റെ ഒരു നടുഭാഗം വെട്ടിയിട്ട് നമ്മളിതാ വട്ടത്തിൽ ഇങ്ങനെ അരിയട്ടോ. കുറേ നടുവാക്കണ്ട, കുറച്ച് ചെറിയൊരു കഷ്ണമായിട്ടോ. ഒരു 4 വട്ടത്തിലുള്ള കുക്കുംബർ മതി. നമ്മളെന്തായാലും കുറച്ച് തോനെടുത്തുകൊണ്ട് നൈസാക്കി അരിയണം. നമ്മൾ അരിഞ്ഞത് കുറച്ച് കട്ടി പിടിക്കും കേട്ടോ. 2-3 കട്ടി പിടിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് തൊലി കളഞ്ഞിട്ട് കഴിക്കേണ്ടവർക്ക് കഴിക്കാം, തൊലി കളയാതെയും കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ വേഗം വീഡിയോ എടുത്തിട്ട് ഇടാന്നുള്ള രീതിയിലാട്ടോ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഉള്ളി അരിഞ്ഞു, കുക്കുംബർ അരിഞ്ഞു, ടൊമാറ്റോ അരിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വേറെ പണിയിലിട്ടോ പോകാണ്ട്. ഒരു പാനിലാണ് എടുക്കുക. എന്നിട്ട് നമ്മളിതാ ഗ്യാസാണ് കത്തിക്കുക. എന്നിട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ, നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് കേട്ടോ. ഞാനിപ്പോൾ നെയ്യ് എടുത്തിക്കണ്, ബട്ടർ ഞാൻ വാങ്ങിയിട്ടില്ല. ബട്ടർ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞു കൊണ്ടോ. അപ്പോൾ നമ്മളെ നെയ്യ് നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് നെയ്യ് വെച്ചെടുത്തിട്ട് ഒന്ന് അലിയണം കേട്ടോ. അപ്പോൾ അലിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്പൂണിൻ്റെ മരത്തെ ഇതെടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കട്ടോ. അത് എന്നിട്ട് നമുക്ക് ആ ചട്ടി ഒന്ന് എല്ലായിടത്തേക്കും നമ്മൾ മുട്ട പൊരിച്ചാൽ എല്ലായിടത്തേക്കും ഇങ്ങനെ ആക്കൂലേ, അങ്ങനെ പൊന്തിച്ചിട്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ ആക്കട്ടോ. ഇതേമാതിരി ഇങ്ങനെ ആക്കുക. അതാകുമ്പോൾ എല്ലായിടത്തേക്കും നെയ്യിൻ്റെ അതെത്തും. നമ്മളിപ്പോൾ ചെയ്യണത് ബ്രെഡ് മുരിച്ചാട്ടോ, അതായത് ചൂടാക്കുക. അപ്പോഴേ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടോ, ഒരു ബ്രെഡ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് കൂടി വേണം. നിങ്ങൾക്ക് എത്ര അങ്ങനത്തെ ബർഗർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ബ്രെഡ് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഒരെണ്ണം ഉണ്ടാക്കണുണ്ട്, അതുകൊണ്ട് 2 ബ്രെഡ് വെച്ചെടുക്കുക. ഇത് പറഞ്ഞാൽ ഡയറ്റിനുള്ളവർക്കൊക്കെ നല്ല സാധനം കേട്ടോ. എപ്പം കഴിക്കണം എന്നല്ല, രാവിലെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ കഴിക്കുന്നത്. ഇതിൽ പറഞ്ഞാൽ നമ്മൾ ചിക്കനും അങ്ങനെയൊന്നും കൂട്ടണില്ല. ആകെ തക്കാളി സോസ്, പിന്നെ ഉള്ളി അങ്ങനത്തെ ഒക്കെ സംഭവം കൂട്ടണം കേട്ടോ. പിന്നെ കുക്കുംബറൊക്കെ നല്ലതല്ലേ. ഇനി നമ്മൾ മറ്റേ ഭാഗം 20 സെക്കൻഡ് നമ്മൾ മുരിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, അപ്പുറം മറിച്ചെടുക്കുക, മറ്റേതും അതേമാതിരി തന്നെ മറിച്ചെടുക്കുക. കണ്ടോ, നമ്മൾ അടിയിലിട്ട ഭാഗം അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട്.
നമുക്കൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി കേട്ടോ, അപ്പോഴേ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിതാ ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് 2 ബ്രെഡും നമ്മൾ വെക്കും. ഇനി നമുക്ക് കുഴപ്പമില്ലാത്ത ചെറിയ പണി തന്നെ. ഇതാ നമ്മുടെ തക്കാളി സോസ് ഇല്ലേ, ടൊമാറ്റോ സോസ്, അത് നമ്മൾ ഒഴിച്ചെടുക്കാം കേട്ടോ. മയോണീസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ വേഗതയിലായതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ മയോണീസ് എടുത്തിട്ടില്ല. ഇവിടെ ഇല്ല കേട്ടോ, വാങ്ങണം വലിയ പരിപാടി ഉണ്ടെങ്കിൽ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തിൽ തക്കാളി സോസ് ഉണ്ടോ അത് എല്ലായിടത്തേക്കും തേച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉണ്ടോ. ഇനി നമ്മൾ കുറച്ചുകൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. ഇത്ര ഒഴിച്ചെടുത്താൽ മതി. ഇതാ നമ്മൾ അതേമാതിരി തന്നെ ഒന്നുകൂടെ എല്ലായിടത്തും ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ഉള്ളിൽ അരിഞ്ഞത് അത് ഞാൻ കണ്ടോ ലാസ്റ്റ് അരിയും പറഞ്ഞില്ലേ, അതാ ഇതേമാതിരി കേട്ടോ അരിയേണ്ടത്. കണ്ടോ, ഇതേമാതിരി ചെറുതാക്കിയിട്ട് അരിയുക. അപ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ, ഇതേമാതിരി എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കുക. കുറേ ഇടണ്ട കേട്ടോ, കുറേ ഇട്ടാൽ ചിലപ്പോൾ അതിൻ്റെ ചുവ ഉണ്ടാവും. അതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി സോസ്, നമ്മൾ തക്കാളി ടൊമാറ്റോ 4 എണ്ണം 4 സൈഡിലും വെക്കുക കേട്ടോ. ഇതേമാതിരി ഒരെണ്ണം കൂടിയിരിക്കുന്ന തക്കാളി, അതും കുഴപ്പമില്ല, നമ്മൾ വെക്കുന്നുണ്ട്. തക്കാളി കുഴപ്പമില്ലാത്തത്. പിന്നെ നമ്മളിതാ കുക്കുമ്പർ നമ്മളിതാ ഇങ്ങനെ 4 സൈഡിലും വെച്ചെടുക്കണം കേട്ടോ. കുറച്ച് കൂടിയേക്കും കേട്ടോ നമ്മൾ അരിഞ്ഞത്, കുറേ ഉണ്ടാവും. അപ്പോൾ കുക്കുമ്പറും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി സോസ് ഒഴിക്കാം കേട്ടോ. അത് നമ്മൾ എല്ലായിടത്തും തേക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് അതിൻ്റെ മേലെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിതാ മറ്റേ ബ്രെഡും അങ്ങനെ അമർത്തി കൊടുക്കുക. മയോണീസ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാം. ചെറിയൊരു പണി കേട്ടോ, എങ്ങനെ ഉണ്ട് പറയാ. സെറ്റ് സാധനം, ഒന്നും പറയില്ല. ഇതൊരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തോളൂ.